നമ്മുടെ ചീഫ് മിനിസ്റ്റർ വിജയ് സാറ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി, അതായത് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തെളിവ് സഹിതം നൽകിയാൽ 1,00,000 രൂപയാണ് പാരിതോഷികമായിട്ട് നൽകുന്നതെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ഒരു എന്താ പറയുക നല്ലതായിട്ട് ഇതാക്കുമെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഇത് നല്ല രീതിയിൽ നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും നല്ല ഒരു പദ്ധതി തന്നെയാണ്. ഒരുപാട് പേര് ഒതുങ്ങും. കാരണം പിന്നെ വേറൊരു കാര്യം, ഈ തെളിവ് സഹിതം കൊടുക്കുന്നവരെ നമ്മൾ അത് ആരാണ് കൊടുത്തതെന്നുള്ളത് ആരും അറിയാനും പാടില്ല. അങ്ങനെയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഴിമതി കുറയാനായിട്ട് നല്ല സാധ്യതയാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെ വളരെ നല്ലതായിരിക്കും. അഴിമതി കുറയുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് പാവപ്പെട്ടവരെ കൈക്കൂലി വിഷയം വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഉദ്യോഗസ്ഥർ, സാധാരണക്കാരെ. ഒരു 100 രൂപ, ഒരു 500 രൂപ പോലും എടുക്കാനില്ലാത്തവരെ അത്രയും ആ ഒരു കാര്യം അവർക്ക് തരണം എന്നുണ്ടെങ്കിൽ, കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ഇങ്ങോട്ട് തരണം എന്നുള്ളൊരു രീതി ഉണ്ട്. വെറുതെ ഒന്നും പറയണതല്ല, അത് ചെയ്യണവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഉണ്ട് നമ്മുടെ അറിവിലൊക്കെ തന്നെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് പറയുന്നില്ല. പക്ഷേ എല്ലാത്തിനും നമ്മൾ പറയുമ്പോൾ എല്ലാണെങ്കിലും ഒരു തെളിവ് ആവശ്യമാണല്ലോ. അല്ലാതെ ചുമ്മാ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല. വ്യക്തമായിട്ടുള്ളൊരു തെളിവ് വേണം. അപ്പോൾ ഇത് നല്ലതാണ്, നടപ്പാക്കിയത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ പാരിതോഷികം കൊടുക്കുന്നത് കുറവാകാൻ പാടില്ല. ഇപ്പോൾ വിജയ് സാറ് കൊടുക്കുന്നത് 1,00,000 രൂപയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. എമൗണ്ട് കൂടുതൽ തന്നെ വേണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഒരു ആവശ്യത്തിനായിട്ട് പോകാമെന്ന് വെച്ചു. ഞാൻ തന്നെ ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ എന്നോട് അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, അതൊക്കെ സെറ്റാക്കി തരാം, പക്ഷേ ഇത്ര രൂപ താന്ന് എന്നോട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇത് വേറെ ആരും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് എനിക്ക് തന്നെ ആ വീഡിയോ കളക്ട് ചെയ്യുകയും അങ്ങനെ ആ ഒരു നിയമ സംവിധാനത്തിലേക്ക് അത് കൈമാറുകയും ചെയ്യുമ്പോൾ ഞാനാണ് അവർക്കെതിരെ ആ ഒരു വീഡിയോ കളക്ട് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവാൻ പാടില്ല. അങ്ങനെയുണ്ടൊരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. പേടിയുണ്ടാവും. തീർച്ചയായിട്ടും ആ കൊടുക്കുന്ന ആൾ തന്നെ, നമ്മൾ ആവശ്യപ്പെടുന്നവർ തന്നെ വീഡിയോ പിടിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പക്ഷേ എമൗണ്ട് വലുതായിരിക്കണം. ഈ നൽകുന്ന പാരിതോഷികം നമ്മൾ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തൊരു കഷ്ടപ്പാടുള്ളൊരു ജോലിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നമ്മൾ പാരിതോഷികം നൽകുന്നത് കൂടുതൽ തന്നെ നൽകണം. കാരണം നമ്മളത് നേരിട്ട് അവരുടെ മുന്നിൽ ചെന്ന് പിടിക്കുകയല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഒരു റിസ്ക് ഉണ്ട്. അവരത് കാണാം, ചിലപ്പോൾ അത് കാണാം. അങ്ങനെ പലതരത്തിലുള്ള റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 5,000 2,000 ഒന്നും കൊടുത്തിട്ടുണ്ട്, അത് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. പക്ഷേ എമൗണ്ട് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചോദിക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാകും. അപ്പോൾ അവരവരുടെ ശമ്പളം വാങ്ങി മിണ്ടാതെ ഇരുന്നോളും. ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അനാവശ്യമായിട്ട് പിന്നെ കൈക്കൂലി എന്നുള്ളൊരു സംഭവത്തിലോട്ട് ഈ ഉദ്യോഗസ്ഥർ നീങ്ങില്ല. അങ്ങനെയുള്ള ആ ഒരു ടെൻഡൻസിയെ മാറിക്കിട്ടും. കാരണം ഈ വന്നിരിക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് ഇവർക്ക് ഡൗട്ട് അടിക്കും. എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഒരു ഭയം ഉണ്ടാവും. ഇന്നതുപോലെ ചെയ്യുമ്പോൾ ഒരു പണി കിട്ടാനുള്ളൊരു സാധ്യത ഇല്ലേ, എനിക്കുള്ള ശമ്പളം മതിയല്ലോ എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ട് ചിന്ത അവരുടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മനസ്സിലുണ്ടായിക്കോളും. അതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കും. അങ്ങനെ തന്നെ വേണം. അതിന് എമൗണ്ട് കുറച്ച് ഹൈ ആക്കുക. 1,00,000 രൂപ അത് നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്കിവിടെ 1,00,000 രൂപയ്ക്ക് വകുപ്പുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. പക്ഷേ ഇതിപ്പോൾ അല്ലല്ലേ ഇത് വന്നത്. കുറച്ച് നാൾ മുന്നേ വകുപ്പുണ്ടായിരുന്നു പോസ്റ്റ് ഇടാനായിട്ട്. അത് പിന്നെ കൂടുതൽ പറയണില്ല. അപ്പോൾ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. ഇത് നല്ല രീതിയിൽ നടപ്പായാൽ വളരെ നല്ലൊരു പദ്ധതിയാണ്. പിന്നെ നടപ്പാക്കുകയും വേണം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ വീഡിയോ ഒരാൾ കളക്ട് ചെയ്ത് നൽകിയാൽ ബാക്കി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തിയാൽ ഇത് നല്ലൊരു പദ്ധതിയാണെന്ന് പറയാം. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ. എഴുത്തിൽ മാത്രമാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും കാണത്തില്ല. അതെവിടെയാണെങ്കിലും അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു തെളിവ് കിട്ടുകയും അവർക്ക് പാരിതോഷം കൊടുക്കുകയോ അല്ലാതെ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർക്ക് പെറ്റിയടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സെറ്റാകും, അടിപൊളിയായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.